അയോധ്യയിലെ രാംലല്ലയും അയോധ്യമൊക്കെ ഇപ്പോൾ ഓരോ ഹിന്ദുവിന്റെയും വികാരമാണ്. അയോധ്യയിൽ പോകാനും രാംലല്ലയെ ഒരു നോക്ക് കാണാനും കാത്തിരിക്കുന്നവർ എത്ര പേരാണ്. ആദ്യമായി രാംലല്ലയുടെ അടുത്ത് പോയി വരുന്നവരുടെ അനുഭവം അതുകൊണ്ട് തന്നെ കേൾക്കാൻ ആ അവസരം കാത്തിരിക്കുന്നവർക്ക് മറ്റൊരു നല്ല അനുഭവമാണ്. ആ നിലയ്ക്ക് ആദ്യമായി രാംലല്ലയെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് കേട്ടാലോ. ഞാൻ രാംലല്ലയെ കണ്ടപ്പോൾ എൻ്റെ നോട്ടം രാംലല്ലയുടെ പാദങ്ങളിലും കണ്ണുകളിലും പതിച്ചു. ഏതാനും നിമിഷങ്ങൾ എൻ്റെ ശ്രദ്ധ രാംലല്ലയിൽ മാത്രമായിരുന്നു. സുവർണയുഗം ആരംഭിച്ചുവെന്ന് രാംലല്ല എന്നോട് പറയുകയാണ് എന്ന് എനിക്ക് തോന്നി. ഇന്ത്യയുടെ നാളുകൾ വന്നിരിക്കുന്നു. ഇന്ത്യ മുന്നേറുകയാണ്. ഞാൻ അനുഭവിക്കുന്ന വ്യക്തിപരമായ വികാരം വാക്കുകൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയില്ല. ഇതാണ് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം നൽകിയ ആ ഒരു അനുഭവത്തിന്റെ വിവരണം. ജനുവരി 22-നാണ് രാജ്യം കാത്തിരുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തിയത്. എന്നാൽ ഇപ്പോൾ രാംലല്ലയുടെ വിഗ്രഹം ആദ്യമായി കണ്ടപ്പോൾ തന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി. ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ പരിപാടി ബോധപൂർവം ആസൂത്രണം ചെയ്തതാണ് എന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത് എന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. വിധി പറഞ്ഞവർ വേറെ, വിശ്വാസം വേറെ. ഒരുപക്ഷെ ആ സമയം ദൈവം തീരുമാനിച്ചതായിരിക്കാം. സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടക്കുന്നതാണ്. ഇതിൽ മനുഷ്യർക്ക് പങ്കില്ല. 2024-ലെ തെരഞ്ഞെടുപ്പിന് മുൻപ് അയോധ്യ രാമക്ഷേത്രം ഉയരും എന്ന് വിധി പറഞ്ഞ ജഡ്ജിക്ക് അറിയില്ലല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അയോധ്യ ട്രസ്റ്റിൽ നിന്ന് ക്ഷണം കിട്ടിയ നിമിഷം മുതൽ ഞാൻ ആ ആത്മീയ അന്തരീക്ഷത്തിൽ മുഴുകാൻ തുടങ്ങി. അത് പ്രകടിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല. 11 ദിവസം മതാചാരങ്ങൾ അനുഷ്ഠിക്കാമെന്നും ദക്ഷിണേന്ത്യയിൽ ശ്രീരാമനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ സമയം ചിലവഴിക്കാമെന്നും ഞാൻ എടുത്ത തീരുമാനമാണെന്ന് മോദിയുടെ വാക്കുകൾ. ഓഗസ്റ്റ് 5-ന് അയോധ്യയിൽ രാംലല്ലയ്ക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ഒന്നിലധികം വഴിപാടുകൾ നടത്തുകയും പൂജാരിമാർ ഭാരത് മാത ഉൾപ്പെടെയുള്ള ദേവീദേവന്മാർക്ക് സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ചെയ്തപ്പോൾ മോദി 2014-നേക്കാൾ വലിയ രാഷ്ട്രീയ അധികാരമുള്ള ആളായിരുന്നു. ഓഗസ്റ്റ് 5-ന് മോദി രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചപ്പോൾ വിജയത്തിന്റെ രാഷ്ട്രീയമായ ചുറ്റുപാടുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. രാമനുള്ള ഒരു ഭവനത്തിന് ഭരണഘടനയുടെ നിയമസാധുതയുണ്ടായിരുന്നു. അത് ഓഗസ്റ്റ് 5-നെ ഡിസംബർ 6-ന്റെ സമാപന അധ്യായമല്ല, മറിച്ച് ഒരു നാഗരിക തിരുത്തലാക്കി മാറ്റുകയായിരുന്നു മോദി. തീർത്ഥാടകനും പ്രധാനമന്ത്രിക്കുമിടയിൽ നല്ല ഒരു സന്തുലിതാവസ്ഥ അദ്ദേഹം ഉണ്ടാക്കി. പ്രസംഗത്തിൽ ഹിന്ദു എന്ന വാക്ക് പറഞ്ഞില്ല. 2014-ൽ അദ്ദേഹത്തിന് ക്ഷേത്രം എന്ന വാക്ക് ഉച്ചരിക്കേണ്ട ആവശ്യമില്ലാത്തതിനാൽ ഒരുപക്ഷെ ആവശ്യമില്ലായിരുന്നു. രാമരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും വിമോചന ദിനം എന്ന് അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച് പങ്കിടാൻ അദ്ദേഹം ആഗ്രഹിച്ചത് ഗാന്ധിജിയുടെ പതിപ്പായിരുന്നു. വ്യക്തമായത് വിട്ടുപോയി. രാഷ്ട്രീയ ഹിന്ദുത്വത്തിന്റെ പ്രഥമ പൗരൻ രാമനെ ഹിന്ദുത്വത്തിന്റെ ആക്രമണങ്ങളിൽ നിന്നും ആവലാതികളിൽ നിന്നും മോചിപ്പിക്കാനും രാഷ്ട്രത്തിന് സമർപ്പിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു. മഹത്വത്തിന്റെ സങ്കല്പങ്ങൾക്ക് വിധേയരായവരെ ശക്തിയാണ് ഹിപ്നോട്ടിസ് ചെയ്യുന്നത്. വാത്മീകി പറഞ്ഞതുപോലെ രാമന്റെ കഥ മനുഷ്യന്റെ ആദർശവൽക്കരണത്തെയും അധികാരത്തിന്റെ മാനുഷികവൽക്കരണത്തെയും കുറിച്ചാണ്. വിവേകാനന്ദൻ പറഞ്ഞ ആധുനിക ഹിന്ദു സ്വയം ഡീഹിപ്നോട്ടൈസ് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള വഴി നമ്മുടെ സ്വന്തം വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ കാണാം. സ്വയം പഠിപ്പിക്കുക. എല്ലാവരെയും അവനവന്റെ യഥാർത്ഥ സ്വഭാവം പഠിപ്പിക്കുക. ഉറങ്ങുന്ന ആത്മാവിനെ വിളിക്കുക. അത് എങ്ങനെ ഉണരുന്നു എന്ന് കാണുക. ഈ ഉറങ്ങുന്ന ആത്മാവ് സ്വയം ബോധമുള്ള പ്രവർത്തനത്തിലേക്ക് ഉണർത്തുമ്പോൾ ശക്തി ഉണ്ടാകും, മഹത്വം വരും, നന്മ വരും, ശുദ്ധി വരും, മികച്ചതെല്ലാം വരും. മഹത്വത്തിന്റെ സങ്കല്പങ്ങൾക്ക് ചായ്വുള്ളവരെ ശക്തിയാണ് ഹിപ്നോട്ടൈസ് ചെയ്യുന്നത്. വാൽമീകി പറഞ്ഞതുപോലെ രാമന്റെ കഥ മനുഷ്യന്റെ ആദർശവൽക്കരണത്തെയും അധികാരത്തിന്റെ മനുഷ്യവൽക്കരണത്തെയും കുറിച്ചാണ്. അത്തരം ഒരു ദൈവത്തിനുള്ള ഒരു ക്ഷേത്രം, ഒരു തികഞ്ഞ മനുഷ്യനാകാൻ അല്ലെങ്കിൽ ഒരു സമ്പൂർണ്ണ ഭരണാധികാരിയാകാൻ ആഗ്രഹിക്കുന്ന ഹിന്ദുവായാലും അല്ലാത്തവരെ സംബന്ധിച്ചും നിരന്തരമായ ഓർമ്മപ്പെടുത്തലാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.